ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹൽവ കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും തന്നെ ഹൽവ കഴിച്ചിട്ടുണ്ട്. നല്ല സ്വീറ്റായിട്ടുള്ള കഴിച്ചാലും മതി വരാത്ത ഹൽവ. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി അധികം മധുരം ചേർക്കാത്ത സ്വീറ്റ്ലെസ് ഹൽവ എന്ന് പറയാവുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ എടുക്കുന്നത്. ഈ കാണുന്ന 15 ml ടേബിൾ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു 3 നുള്ള് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്കൊരു 400 ml വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ കോൺഫ്ലോർ കലക്കുമ്പോൾ എപ്പോഴും ഒരല്പം ലൂസായിട്ട്, ഈ കാണുന്നത് പോലെ ഒരല്പം ലൂസായിട്ട് വേണം കലക്കിയെടുത്ത് വയ്ക്കാൻ. അങ്ങനെ അതൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ കോൺഫ്ലോർ എടുക്കാൻ ഉപയോഗിച്ച അതേ ടേബിൾ സ്പൂണിൽ തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ദേശം 100 ഗ്രാം പഞ്ചസാര ഉണ്ട് കേട്ടോ. ഇത് സാധാരണഗതിയിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഹൽവയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ 100 ഗ്രാം പഞ്ചസാര എന്നതിന് പകരം 250 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 50 ml വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഈ പഞ്ചസാര നല്ലതുപോലെ നലിയിച്ചെടുക്കുകയാണ്. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് നലിയിച്ചെടുക്കാൻ. തീ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശേഷം പഞ്ചസാര പാനി നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം തുടരെ ഒന്ന് ഇളക്കി നമുക്ക് ഈ കോൺഫ്ലോർ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇടതടവില്ലാതെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം കൈയെടുത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തീ എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മാറി മാറി ഇട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഈ കോൺഫ്ലോർ മിക്സ് നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് കുറേശ്ശെ നെയ്യ് ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ. ആദ്യം തന്നെ കൂടുതലായിട്ടങ്ങ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇടവിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് ഇളക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ കഴിക്കുന്ന അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന ഹൽവയിൽ എത്രത്തോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ അളവിൽ വേണം ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ. കാരണം ഇതിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ കോൺഫ്ലോർ പാകത്തിന് വെന്തുരുണ്ട് പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഇവിടെ ഇപ്പോൾ 2ാം തവണ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കുകയാണ്. അതുപോലെ ഇനി അങ്ങോട്ട് തീ വളരെ കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് ഈ കാണുന്നത് പോലെ ഹാർഡായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ പഞ്ചസാര സാധാരണഗതിയിൽ നമ്മൾ ഹൽവയ്ക്ക് ചേർക്കുന്ന അതേ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പം ലൂസായിട്ടായിരിക്കും ഇരിക്കുക. ഇവിടെ ഇപ്പോൾ ആ ഒരു കോൺഫ്ലോറൊക്കെ നല്ലതുപോലെ വെന്ത് വഴണ്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അവസരത്തിൽ ഒടുവിലായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമ്മൾ ചേർത്ത് ഇളക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹൽവ കറക്റ്റ് പാകമെത്തുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ ഈ കാണുന്നത് പോലെ ചെറിയ തോതിൽ തെളിഞ്ഞു തുടങ്ങും. ഇവിടെ ഇപ്പോൾ നെയ്യൊക്കെ കറക്റ്റ് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഹൽവയൊക്കെ നല്ലതുപോലെ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് തടവിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റുന്നതിന് മുൻപ് അതിലേക്ക് കുറച്ച് കശുവണ്ടി നമ്മളിവിടെ വിതറി കൊടുക്കുകയാണ്. ശേഷം ഈ ഒരു ഹൽവ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവയിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അത് ട്രേയിലേക്ക് ഒഴിച്ച് പരത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരല്പം ഹാർഡായതുകൊണ്ട് നന്നായിട്ട് തന്നെ കുറച്ചൊരല്പം ബലം കൊടുത്ത് തന്നെ ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് പരത്തുക. ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാ കഴിക്കുന്ന ഹൽവയെ പോലെ തന്നെയാണ്, പക്ഷേ മധുരം കുറവായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.